ഈ ഒരു ഇലക്ട്രിക്കൽ ബോർഡിന് ഭംഗി കൂട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ലൈറ്റുകളല്ല ഇത്. ഈ ലൈറ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയില്ലെങ്കിൽ വന്നു ഭവിക്കുന്ന നഷ്ടങ്ങളെപ്പറ്റി നമുക്കൊന്ന് അറിയണ്ടേ? നമസ്കാരം, ഞാൻ ബിജുവാർജുൻ. B.S Electrical Solutionsന്റെ ഇലക്ട്രിക്കൽ ടിപ്സുകളും അറിവുകളും അടങ്ങിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോളോ ബ്രിക്സ് കമ്പനിയിലാണ്. ഈ ഹോളോ ബ്രിക്സ് കമ്പനിയിൽ 3 ഫേസ് മെഷീനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പറഞ്ഞ ആ ലൈറ്റുകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും ഇവിടെ ഉപയോഗിക്കുന്ന ഈ 3 ഫേസ് മെഷീനുകൾക്ക് എത്രത്തോളം ലൈറ്റുകൾ ആവശ്യമാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. 3 ഫേസ് സപ്ലൈ ഉപയോഗിക്കുന്ന 3 ഫേസ് മെഷീൻ ഉപയോഗിക്കുന്ന മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ഇതുപോലെ ഒരു 3 ലൈറ്റുകൾ കാണുന്നു. അത് സാധാരണയായിട്ട് ചുവപ്പ്, മഞ്ഞ, നീല ഈ 3 നിറങ്ങളിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിന് ഇൻഡിക്കേറ്റർ ലാമ്പ് എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമെങ്കിലും അത് 3 ഫേസുകളെ കാണിക്കാനാണെന്ന് അത് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതിന്റെ ശരിയായ ഉപയോഗം എന്തെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പേര് തന്നെ പൈലറ്റ് ലാമ്പുകൾ എന്നാണ്. കാരണം ഈ ഒരു മെഷീനുകളെയും ഈ ഒരു ഇലക്ട്രിക്കൽ ബോർഡിനെയൊക്കെ നമ്മൾ ആദ്യം തന്നെ വിലയിരുത്തുന്നത് ഈ ഒരു 3 ലൈറ്റുകളിലൂടെ ആയിരിക്കണം. നമ്മളിൽ പലരും ഈ ലൈറ്റുകളുടെ ഉപയോഗം മനസ്സിലാക്കിയിരിക്കുന്നത് പല രീതികളിലാണ്. അതിന്റെ ശരിയായ രീതി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇതേപോലെ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. അത് എന്തെന്ന് പറഞ്ഞാൽ ഈ 3 ലൈറ്റുകൾ 3 ഫേസുകളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 3 ലൈനുകൾ ഒരുപോലെ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ മെഷീൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. 3 ഫേസിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ ഫ്ലോർ മില്ലായാലും ഇതുപോലുള്ള ഹോളോ ബ്രിക്സ് കമ്പനികളായാലും ഏതായാലും 3 ഫേസ് വർക്ക് ചെയ്യുന്ന മെഷീൻ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 3 ലൈനുകൾ വേണമെന്ന് അറിയാം. ആ 3 ലൈനുകൾ ഉണ്ടോ എന്നറിയാനാണ് ഈ 3 ലൈറ്റുകൾ വെച്ചിരിക്കുന്നത് നമുക്കറിയാം. അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുപോലെ 2 സ്വിച്ചുകളും കൊടുത്തിരിക്കും, 2-3 സ്വിച്ചുകളും കൊടുത്തിരിക്കും. ചിലപ്പോൾ ബ്രേക്കറുകളായിരിക്കും, ചിലയിടത്ത് ഫ്യൂസുകളായിരിക്കും. അത് എങ്ങനെയായാലും നമ്മൾ അപ്പോഴത്തെ ആ ഒരു സൗകര്യം പോലെ നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിൽ ഇത്രത്തോളം പറയാൻ എന്തിരിക്കുന്നു എന്നല്ലേ. ഇതിൽ പറയാനുള്ളത് നമുക്ക് പൈലറ്റ് ലാമ്പ് എന്നാണെന്നല്ലോ ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 3 ഫേസ് മെഷീനുകൾ 3 ഫേസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 3 ഫേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീന് ഒരു ഫേസ് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ സ്പീഡ് കുറയും. അതുപോലെ തന്നെ അതിന്റെ കറണ്ട് അത് 3 ഫേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കറണ്ടിന്റെ 173% അത് വളരെ പെട്ടെന്ന് അങ്ങ് ഉയരുകയും ചെയ്യും. അതുപോലെ തന്നെ ചൂട് ഓവർ ഹീറ്റ് ആവുകയും പെട്ടെന്ന് കത്തിപ്പോവുകയൊക്കെ ചെയ്യും. ഈ 3 ഫേസ് മെഷീനുകൾക്ക് എപ്പോഴും നന്നായി വർക്ക് ചെയ്യുന്നതിന് ആ 3 ഫേസുകളും കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ 3 ഫേസുകൾ ശരിയായി ലഭിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈലറ്റ് ലാമ്പുകൾ നമ്മൾ ആദ്യം തന്നെ വെക്കുന്നത്. പക്ഷേ ഈ പൈലറ്റ് ലാമ്പുകൾ കണക്ഷൻ ശരിയല്ല എങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കത്തിക്കിടക്കും, പക്ഷേ നമ്മുടെ മോട്ടോർ ഡാമേജ് ആവുകയും ചെയ്യും. അത് എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് ശരിയായ രീതിയിലല്ല ഈ ലൈറ്റുകൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ലൈനിൽ നിന്ന് കിട്ടുന്ന ഫേസുകൾ 3 ഫേസുകൾ തന്നെയാണോ, വ്യത്യസ്തമായ 3 ഫേസുകൾ തന്നെയാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയാതെ വരും. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ലൈൻ വരുന്ന ലൈനുകളിൽ വല്ല ചില്ലകളൊക്കെ തട്ടിയിട്ട് ഈ ലൈനുകൾ ഇങ്ങനെ കൂട്ടിമുട്ടി കിടക്കുമ്പോൾ ഒരു ഫേസിൽ ഫ്യൂസ് ട്രാൻസ്ഫോമറിൽ പോവുകയും മറ്റേ ലൈൻ ഇതിൽ കൂടി കയറി വരികയും അങ്ങനെ സംഭവിക്കുമ്പോൾ ഫലത്തിൽ നമുക്ക് കിട്ടുന്നത്, നമ്മുടെ മോട്ടോറിന് കിട്ടുന്നത് 2 ഫേസുകൾ മാത്രമായിരിക്കും. നമുക്ക് ശരിയായ രീതിയിലല്ല ഈ പൈലറ്റ് ലാമ്പുകളുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ വരുന്ന ഫേസുകൾ അത് വ്യത്യസ്തമായ ഫേസുകളാണോ എന്ന് നമുക്ക് പൈലറ്റ് ലാമ്പിലൂടെ തിരിച്ചറിയാൻ പറ്റില്ല. ഈ 3 ലൈനുകളും അല്ലെങ്കിൽ 3 ലൈറ്റുകളും കത്തിക്കിടക്കും. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നിടത്തൊക്കെ എങ്ങനെയാണ് ഈ പൈലറ്റ് ലാമ്പൊക്കെ ശരിയായ രീതിയിലാണോ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതിന് ചെറിയ ഒരു മാർഗം പറഞ്ഞു തരാം. ഈ ഓരോ സ്വിച്ചുകൾ ഒന്ന് ഓഫ് ചെയ്ത് നോക്കുക. ഓഫ് ചെയ്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ LED ആയതുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് അറിയാൻ കഴിയാത്തതുകൊണ്ട് ഞാനൊരു ഫിലമെന്റ് ലാമ്പ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഞാനത് അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ഫിലമെന്റ് ലാമ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ബൾബുകളിൽ 3 സ്വിച്ചുകളുണ്ട്. ഈ 3 സ്വിച്ചുകളിൽ നമ്മൾ ഒരെണ്ണം ഓഫ് ചെയ്യുക ആദ്യം. അപ്പോൾ ആദ്യത്തെ ലൈറ്റ് ഓഫായി. രണ്ടാമത്തത് ഓഫ് ചെയ്യുമ്പോൾ ഈ 2 ലൈറ്റും ഓഫ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ശരിയായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പൈലറ്റ് ലാമ്പിലെ ബൾബുകൾ പ്രകാശിക്കണമെങ്കിൽ 2 സ്വിച്ചെങ്കിലും ഇടണം. അപ്പോൾ 2 ലൈറ്റുകൾ കത്തും. അത് കഴിഞ്ഞ് 3ാമത്തെ സ്വിച്ച് ഇടുമ്പോഴാണ് 3ാമത്തെ ലൈറ്റ് കത്തുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും 2 സ്വിച്ച് ഓഫ് ചെയ്താൽ എല്ലാ ലൈറ്റുകളും അണയും. ഇത് ശരിയായ രീതിക്കുള്ള ഒരു കണക്ഷനാണ്. ഏറ്റവും എളുപ്പത്തിൽ ഈ പൈലറ്റ് ലാമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് ശരിയാണോ എന്നറിയാൻ നിങ്ങൾ ആദ്യത്തെ ഒരു സ്വിച്ച് ഓൺ ചെയ്യുക. ലൈറ്റ് ഏതെങ്കിലും ഒരു ലൈറ്റ് കത്തുന്നുവെങ്കിൽ ആ കണക്ഷൻ ശരിയല്ല. രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുക. 2 ലൈറ്റുകൾ കത്തുന്നു എങ്കിൽ ആ കണക്ഷൻ ശരിയാണ്. ഒന്നുകൂടെ പറയാം, ഈ എല്ലാ സ്വിച്ചും ഓഫ് ചെയ്ത് വയ്ക്കുക. ഒരു സ്വിച്ച് ഓൺ ചെയ്യുക, ലൈറ്റ് കത്തുന്നെങ്കിൽ കണക്ഷൻ ശരിയല്ല. രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുക, 2 ലൈറ്റുകൾ ഒരേ സമയം കത്തുന്നു എങ്കിൽ ആ കണക്ഷൻ ശരിയാണ്. 3ാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അടുത്ത ലൈറ്റ് കത്തും. അതുപോലെ തന്നെ 2 സ്വിച്ചുകൾ ഓഫ് ചെയ്യുമ്പോൾ എല്ലാ ലൈറ്റും അണയും.
ഇത് ശരിയായ കണക്ഷനാണ്. ഇപ്പോൾ നമ്മുടെ ബോർഡിലെ പൈലറ്റ് ലാമ്പ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, അതിന്റെ കണക്ഷൻ ശരിയാണെന്നൊന്ന് മനസ്സിലാക്കുന്ന കാര്യം മനസ്സിലായല്ലോ. ഇനി ശരിയായ രീതിയിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് പറയാം. അതായത് ഈ 3 ലൈറ്റുകൾക്ക് നമ്മൾ ഫേസുകൾ 3 ഫേസുകൾ കൊടുക്കുന്നത് പറഞ്ഞല്ലോ. നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഫേസിലും, അതിപ്പോൾ ഒന്നാമത്തെ ഫേസ്, രണ്ടാമത്തെ ഫേസ്, മൂന്നാമത്തെ ഫേസ്, ഈ ഹോൾഡറുകളിൽ ഓരോ ഫേസ് കൊടുക്കുക, ഓരോ ലൈറ്റിനും ഓരോ ഫേസ് കൊടുക്കുക. അതിനുശേഷം ഹോൾഡറിലെ ഒഴിഞ്ഞു കിടക്കുന്ന ഓരോ പിന്നുകൾ വെച്ച് കാണും. ഈ 3 പിന്നുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുക. അത്രമാത്രമാണ് നമ്മുടെ ഈ പൈലറ്റ് ലാമ്പിന്റെ കണക്ഷൻ വരുന്നത്. സാധാരണ ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഈ എല്ലാ ലൈറ്റ് ഹോൾഡറുകളിലും ന്യൂട്രലും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഉപയോഗം തെറ്റായി പോകുന്നത്. അതായത് നമുക്ക് ലൈനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയാൻ പറ്റാതെ വരും. ഏതെങ്കിലും 2 ഫേസുകൾ പുറത്ത് നമ്മുടെ ലൈനിലേക്ക് 2 ഫേസുകൾ കൂട്ടിമുട്ടിയിട്ട് ഒരേ ഫേസ് ആണ് കയറി വരുന്നതെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ വരും. എപ്പോൾ നോക്കിയാലും ഈ 3 ലൈറ്റുകൾ കത്തിക്കിടക്കും, പക്ഷേ മോട്ടർ അത് ശരിയായ രീതിയിൽ ഓടത്തില്ല, സൗണ്ട് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും വോൾട്ടേജ് കുറവാണെന്ന് വിചാരിക്കും, മോട്ടർ ഓൺ ചെയ്ത് വർക്ക് ചെയ്യിക്കും. ആ സമയത്ത് അതിൻ്റെ സാധാരണ രീതിയിൽ 3 ഫേസും ഉള്ളപ്പോൾ വർക്ക് ചെയ്യേണ്ട അതിൻ്റെ 173% അതോളം കറണ്ട് അധികം അതിലേക്ക് കയറി വരികയും ആ മോട്ടോർ അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ഉപകരണം നന്നായിട്ട് ചൂടായി അത് കത്തിപ്പോവുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇതുപോലെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ മോട്ടോറുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സിംഗിൾ ഫേസിങ്, റിവേഴ്സ് സപ്ലൈ വരിക, അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കിപ്പോൾ മാർക്കറ്റിൽ സിംഗിൾ ഫേസിംഗ് പ്രിവെന്റർ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ പൈലറ്റ് ലാമ്പിനെ ആശ്രയിച്ചിട്ടാണ് മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ഓരോന്ന് വർക്ക് ചെയ്യും, മെഷീനൊക്കെ വർക്ക് ചെയ്യിക്കുന്നെങ്കിലും ചെറുകിട വ്യവസായങ്ങളൊക്കെ വർക്ക് ചെയ്യിക്കുന്നെങ്കിലും നമുക്കിപ്പോൾ മെഷീൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സിംഗിൾ ഫേസ് പ്രിവെന്റർ എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ മെഷീൻ കൺട്രോൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന DOL സ്റ്റാർട്ടറിനെ നമ്മൾ അത് വെച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫേസ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ റിവേഴ്സ് സപ്ലൈ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സിംഗിൾ ഫേസ് പ്രിവെന്റർ നമ്മുടെ DOL സ്റ്റാർട്ടറിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയും ഈ DOL സ്റ്റാർട്ടറിനെ ഓഫ് ചെയ്യുകയും ആ മെഷീനെ സേഫ് ആക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും ഈ പൈലറ്റ് ലാമ്പുകളുടെ ഒരു പ്രാധാന്യം മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഈ സിംഗിൾ ഫേസ് പ്രിവെന്ററുകൾ കൊണ്ടും നമുക്ക് നമ്മുടെ മെഷീൻസിനെ എല്ലാം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ പുതിയതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ആൾ എന്നുള്ള ഐക്കൺ കൂടി പ്രസ് ചെയ്യാം. അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നല്ലതായാലും സംശയങ്ങളായാലും എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.